സഹൃദയരെയും അങ്ങനെ നമ്മുടെ മറ്റൊരു പുതിയ ചലച്ചിത്രവുമായി ഞാൻ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ പേര് ബറൂഫ് മാഡ്. ഈ വർഷം തന്നെ പുറത്തിറങ്ങിയ വളരെ കോമഡി എന്ന് പറയാൻ പറ്റില്ല, കോമഡി ട്രാജഡി എന്ന് വേണമെങ്കിലും പറയാം. ഒരു പാവം ഗൃഹനാഥനായ സൽസഫാവിയായ കള്ളൻ്റെ കഥയാണിത്. ഇദ്ദേഹം റിട്ടയർഡായ ഒരു സൈനികനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ 10 പൈസ എടുക്കാനില്ല. അത് തന്നെയാണ് ഇതിലുള്ള പ്രധാന കാരണം. അദ്ദേഹത്തിന് ഒരു ഭാര്യയും 2 കുട്ടികളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പക്കൽ പൈസ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഭാര്യ ഡൈവേഴ്സ്ഡാണ്. അതുകൊണ്ട് തന്നെ അവർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇദ്ദേഹം മോഷ്ടിക്കുന്നത് തന്നെ. അവർ കുട്ടികൾക്ക് വേണ്ടിയാണ് ഇദ്ദേഹം അത് ചെയ്യുന്നത്. മോഷണം നല്ലതല്ല, എന്നാലും അദ്ദേഹത്തിന് വേണ്ടി മറ്റൊരു വഴിയുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മക്ഡൊണാൾഡ്സ് കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ മോഷണങ്ങൾ. അദ്ദേഹം ഒരു നല്ല മനസ്സിലുടമയായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിനെ പോലീസ് പിടിച്ചു. അതും സ്വന്തം മകളുടെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു അത് സംഭവിച്ചത്. അതിനിടയിൽ പോലീസ് ഓടി വന്ന് കയറി അദ്ദേഹത്തിന് വിളവാരം തന്നെ ഓടിച്ചിട്ട് പിടിച്ചു. സ്വന്തം മകളുടെയും കുടുംബാംഗങ്ങളുടെയും മുന്നിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കോടതിയിൽ കൊണ്ടുപോയി ഇദ്ദേഹമാണ് കള്ളനെന്ന് തെളിഞ്ഞു, നേരെ ജയിലിലാക്കി. ഇദ്ദേഹം നേരത്തെ ഒരു സൈനികനായതുകൊണ്ട് തന്നെ ആ തന്ത്രവൈദ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ജയിൽ ചാടി. അതും ഒരു ലോറിക്കടിയിൽ ഒളിച്ചിരുന്ന ജയിൽ ചാടി അദ്ദേഹം അവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കിയില്ല. ആ പരിസരങ്ങളിൽ തന്നെ നിൽക്കുകയായിരുന്നു. അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബുദ്ധികൂർമ്മത. അവിടെയുള്ള അടുത്തുള്ള ഒരു കുട്ടികളുടെ കളിപ്പാട്ടക്കടയിൽ അദ്ദേഹം കയറി ഒളിച്ചിരുന്നു. ആ ടോയ് സ്റ്റോറിൽ തന്നെ ഒഴിഞ്ഞൊരു ഭാഗം ഉണ്ടായിരുന്നു, ആരുടെയും കണ്ണിൽപ്പെടാത്ത ഒരു സംഗീതം. അവിടെ അദ്ദേഹത്തിൻ്റെ താവളമാക്കി. അദ്ദേഹം അവിടെ ക്യാമറകളും കുട്ടികൾക്കായുള്ള ചെറിയ ക്യാമറകളും സ്ക്രീനും എല്ലാം അവിടെ തന്നെ സെറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു താവളമാക്കി അവിടെ നിന്ന് നിരീക്ഷണം അദ്ദേഹം ആരംഭിച്ചു. അതിനുശേഷം രാവിലെ മുഴുവൻ അദ്ദേഹം കിടന്നുറങ്ങുകയും മറ്റ് നിരീക്ഷണ കാര്യങ്ങളിലും ഏർപ്പെട്ടു. രാത്രി എല്ലാവരും പോയതിനു ശേഷം അദ്ദേഹം പുറത്തിറങ്ങി കുളിയുന്നതിന് മുതലായ കാര്യങ്ങൾ ആരംഭിച്ചു. അത് മാത്രമല്ല, ക്രിസ്മസ് കാലമായതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒളിച്ചിരുന്ന കളിപ്പാട്ട കടയിൽ നിന്ന് തന്നെ പൈസ അടിച്ചു മാറ്റി മുങ്ങനായിരുന്നു അദ്ദേഹത്തിൻ്റെ പദ്ധതി. അങ്ങനെ അവിടെ കയറി വീണ്ടും ഒരു മോഷണം കൂടി. ഇങ്ങനെയാണ് നമ്മുടെ കഥ മുന്നോട്ട് പോകുന്നത് ചലച്ചിത്രത്തിൽ. മോഷണത്തിൽ നിന്നും മോഷണത്തിലേക്കും. ഇതിനിടയിൽ അദ്ദേഹം ഒരു കാമുകിയെ കൂടി ഒപ്പിച്ചേരുന്നതിനിടയിൽ അതും സംഭവിച്ചു. അത് മാത്രമല്ല, ഇത് നടന്നൊരു സംഭവമാണ്. അതുകൂടെ കേട്ടപ്പോഴാണ് എനിക്ക് വയ്യ ദൈവമേ. നമുക്ക് സമയം പോകാൻ വേണ്ടി കണ്ടിരിക്കാൻ പറ്റിയ ഒരു ചലച്ചിത്രം തന്നെയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് കാണാൻ ശ്രമിക്കും. സമയമുള്ളവർ മാത്രം മെനക്കെട്ട് കാണണമെന്നില്ല, വേണമെങ്കിൽ മാത്രം കണ്ടാലും മതി. അതിന് മാത്രം വലുതായി ഒന്നും ഇതിൽ പ്രതിപാദിക്കുന്നില്ല. ഒരു റിയൽ ലൈഫ് നടന്ന സംഭവമായതുകൊണ്ട് തന്നെ കാണാൻ കൊള്ളാം, കണ്ടിരിക്കാം, അത്രമാത്രം. ഇത്രയും മാന്യനും സൽസഫായുമായ ഒരു കള്ളനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്, അതും യഥാർത്ഥ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, നമുക്ക് വിട പറയാനുള്ള സമയം ആഗതമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നേരം ഷിമാഷിൻ്റെയും നമ്മളോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. അങ്ങനെ മറ്റൊരു ചലച്ചിത്രമോ സീരീസോ എന്തെങ്കിലുമൊക്കെ ആയി നമുക്ക് ഉടനെ വീണ്ടും തിരികെ വരാം.